ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കാനാവുന്ന തരത്തിൽ നിൻ്റെ പ്രവർത്തനങ്ങളും നിൻ്റെ ഇടപെടലുകളും ഉണ്ടാവണം എന്നതാണ് അപ്പറഞ്ഞതിനർത്ഥം. മാതാവും പിതാവും മക്കളും ഒന്നിച്ചു ചേരുന്ന സന്തോഷങ്ങളുടെ ഇടമായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. നന്മകളിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും തിന്മകളിൽ തെറ്റ് തിരുത്തുവാനും നിരുത്സാഹപ്പെടുത്തുവാനും പഠിപ്പിക്കുന്ന തരത്തിൽ വലുപ്പ ചെറുപ്പമില്ലാതെ ഇടപെടാവുന്ന ഒരു മേഖലയാണ് കുടുംബമെന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒട്ടേറെ മാതൃകകൾ നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളും പരിശുദ്ധ ഖുർആനും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. പിതാവിൻ്റെ വഴിവിട്ട സഞ്ചാരങ്ങൾക്കെതിരെ ഒരു തിരുത്തലായി മാറാൻ പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, ഭർത്താവ് നേരെയാകുമ്പോൾ, നല്ല വഴിയിലാകുമ്പോൾ, നന്മയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകാൻ പഠിപ്പിച്ച ഹാജറിൻ്റെ ചരിത്രം, പിതാവിൻ്റെ നന്മ വഴികളിൽ പിതാവിന് എല്ലാ തരത്തിലും സപ്പോർട്ടായി മാറുന്ന, താങ്ങും തണലും തണിയും തുണയുമായി മാറുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ സാരാംശങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള കുടുംബസഞ്ചാരങ്ങളും ഉണ്ടാകുമ്പോൾ തീർച്ചയായും കുടുംബം മനോഹരമായി മാറുകയാണ്. അത്തരത്തിൽ ദുനിയാവിൽ മനോഹരമായി ജീവിക്കുകയും പരലോകത്ത് സുന്ദരമായി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കുടുംബങ്ങൾ പരിവർത്തിതമാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ചിന്തയുടെ തുടക്കമോ ഒരു തിരിവെളിച്ചമോ ആകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ കൂടിയിരുത്തം എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്.